കാസർഗോഡ് വിഷൻ വാർത്തയെ തുടർന്ന് കുമ്പടാജെ അംഗനവാടിക്ക് ഭീഷണിയായിരുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റി. അംഗനവാടിക്ക് ഭീഷണിയായിരുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ തയ്യാറാകാത്ത അധികൃതരുടെ നിഷേധാത്മക നിലപാടിനെതിരെ പ്രദേശത്ത് പ്രതിഷേധവും ശക്തമായിരുന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. 20ഓളം പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് ആദ്യപാഠം പകർന്നു നൽകുന്ന കുമ്പടാജെ അംഗനവാടിക്ക് ഭീഷണിയായ മരങ്ങൾ മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും രക്ഷിതാക്കളും നാളുകളായി സമരമുഖത്തായിരുന്നു. എന്നാൽ ഇവരുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറായിരുന്നില്ല. നിരവധിയായ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് സംഭവം ബോധ്യപ്പെട്ട തഹസിൽദാർ വില്ലേജ് ഓഫീസർക്ക് മരം മുറിച്ചുമാറ്റാൻ രേഖാമൂലം ഉത്തരവ് നൽകിയത്. എന്നാൽ ഇത് നടപ്പിലാക്കാൻ വില്ലേജ് ഓഫീസർ തയ്യാറാകാതെ വന്നതോടെയാണ് പ്രദേശവാസികൾ പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങിയത്. ഇതേ തുടർന്നാണ് ജനങ്ങളോടൊപ്പം നിന്ന് കാസർഗോഡ് വിഷനും സംഭവം അധികൃതർക്ക് മുന്നിലെത്തിച്ചത്. ഇതോടെയാണ് ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തുന്ന മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റാൻ അധികൃതർ തയ്യാറായത്. അതേസമയം മരച്ചില്ലകൾ മുറിച്ചുമാറ്റിയ മരങ്ങളും ഇപ്പോൾ ഇതുവഴി കാൽനടയാത്ര ചെയ്യുന്നവർക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ പൂർണ്ണമായും മുറിച്ചുമാറ്റണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വളരെ ദിവസത്തെ കഠിന പ്രയത്നം എന്ന് തന്നെ പറയാം. കുറേ ദിവസങ്ങളായി ഞങ്ങളും നാട്ടിലുള്ള പലരും ഇതിൻ്റെ പിറകെ തന്നെയാണ്. അധികാരികൾ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പിറകെ ഓടിയ പലരുമുണ്ട്. നമുക്കറിയാം, നമ്മുടെ അംഗനവാടിയിലെ പിഞ്ചുകുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് വളരെ അപകട നിലയിലായിരുന്ന ഈ മരത്തിൻ്റെ ഒരു ഭാഗത്തുള്ള അംഗനവാടിക്ക് വരുന്ന ഭാഗത്തുള്ള ചില്ലകൾ മാത്രമാണ് ഇപ്പോൾ മുറിച്ചു മാറ്റിയിട്ടുള്ളത്. അതിൻ്റെ മറുവശത്ത് നിൽക്കുന്ന മരക്കൊമ്പുകൾ അതുപോലെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതും ഒരു ഭീഷണിയാണ്. 2 ദിവസം മുമ്പ് ഈ മരത്തിൻ്റെ വിഷയവുമായിട്ട് കാസർഗോഡ് വിഷൻ റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ നടപടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഒരു ഭാഗത്ത് അംഗനവാടിയിലേക്ക് പിന്നെ ചാഞ്ഞു നിൽക്കുന്ന ചില്ലകൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അതോടെ അത് മരത്തിൻ്റെ ബാലൻസ് മൊത്തത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മറുഭാഗത്ത് കൂടി റോഡുണ്ട്, അതിൽ നിരന്തരം ഒരുപാട് കുട്ടികളും മുതിർന്നവരൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോഴും ഭീഷണിയായി തന്നെ മരം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് പരിപൂർണമായി ഈ ഒരു അപകട അവസ്ഥ മാറ്റണം, ജനങ്ങളുടെ ഭീതി നീക്കണം. പിന്നെ ഇതിന് പൂർണ്ണമായി മുറിച്ച് മാറ്റാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങളോട് പരിപൂർണമായി സഹകരിച്ച കാസർഗോഡ് വിഷനിക്ക് ഞങ്ങൾ നാട്ടുകാർ നന്ദി പറയുകയാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇതുവഴി കാൽനട യാത്ര ചെയ്യുന്നുണ്ട്. മഴയും കാറ്റും ശക്തമായതോടെ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുമോ എന്ന ആധിയിലാണ് രക്ഷിതാക്കൾ. വലിയൊരു അപകടത്തിന് കാത്തുനിൽക്കാതെ അപകട ഭീഷണിയായ മരങ്ങൾ പൂർണ്ണമായും മുറിച്ചുമാറ്റാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരും രക്ഷിതാക്കളും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.